BC 6-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ചരിത്ര യാഥാർത്ഥ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകത്തിലെ ദാനിയേലിന്റെ പുസ്തകം. BC 598 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവ് യഹൂദ സാമ്രാജ്യം ആക്രമിച്ച് അവിടുത്തെ ജനത്തെ ബന്ദികളാക്കി മാറ്റി. അങ്ങനെ ബന്ദികളായി മാറ്റപ്പെട്ട യഹൂദ ജനങ്ങൾ അവരെ ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് കൊണ്ടുപോയി. എങ്കിലും യെരൂശലേമിൽ ശേഷിച്ച യഹൂദന്മാർ ബാബേൽ അധിനിവേശത്തിനെതിരെ പോരാടുകയും ചെയ്തു. അതേ തുടർന്ന് BC 587 ഈ ബാബിലോൺ രാജാവ് തിരികെ വീണ്ടും യെരൂശലേമിലേക്ക് വരികയും യെരൂശലേം നഗരത്തെ പൂർണ്ണമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ജീവനോടെ ശേഷിച്ച സകലരെയും ബന്ദികളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ബന്ദികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയ അടിമകളിൽ സാമർഥ്യമുള്ള യുവാക്കളെ തിരഞ്ഞുപിടിച്ച് ബാബിലോണി രീതിയിലുള്ള വിദ്യാഭ്യാസവും ബാബിലോണിന്റെ നിയമവും പഠിപ്പിച്ച് തങ്ങളുടെ രാജ്യത്തിനെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഈ നെബൂഖദ്നേസർ രാജാവ് താല്പര്യപ്പെടുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 4 യൗവനക്കാരായിരുന്നു ബേൽത്ശസ്സർ എന്നറിയപ്പെട്ട ദാനിയേലും, ശദ്രക് എന്നറിയപ്പെട്ട ഹനന്യാവും, മേശക് എന്ന് അറിയപ്പെട്ട മീശായേലും, അബേദ്നെഗോ എന്നറിയപ്പെട്ട അസറിയാവും. ഈ 4 യൗവനക്കാരും മിടുക്കന്മാരായിട്ടുള്ളവരാണ് എന്നും സാമർഥ്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്ന രാജാവ് ഇവർക്ക് വിശേഷമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി രാജകൊട്ടാരത്തിൽ പാർപ്പിച്ച് തങ്ങളുടെ രാജ്യത്തിന് പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നു. ആയതിലേക്കായി ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ രാജാവ് കഴിക്കുന്ന രാജഭോജനവും രാജാവ് കുടിക്കുന്ന മുന്തിയ വീഞ്ഞും നൽകി 3 വർഷക്കാലം രാജസന്നിധിയിൽ വാഴുവാനായിട്ട് ജീവിക്കുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകുന്നത് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദാനിയേലും ഈ പ്രിയപ്പെട്ടവരും രാജാവ് നിയോഗിച്ച രാജാവിന്റെ ഈ ദാസനോട് ചെന്ന് പറയുകയാണ്, രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുവാനോ രാജാവ് കുടിക്കുന്ന വീഞ്ഞു കുടിച്ചോ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ആയതിനാൽ ഞങ്ങൾ താല്പര്യമായി കഴിക്കുന്ന ശാകഭക്ഷണവും പച്ചവെള്ളവും കുടിക്കുവാനായിട്ട് അനുവാദം നൽകണമേ എന്ന് ആവശ്യപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ താല്പര്യപ്പെടുകയും വേറിട്ട ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന 4 യൗവനക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സകലവിധമായ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ജീവിതം ആഘോഷമാക്കി മാറ്റുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിരിക്കെ വേറിട്ട ജീവിതം നയിക്കുവാൻ താല്പര്യപ്പെട്ട 4 യൗവനക്കാർ. ഈ കാലിക ലോകത്തിൽ ഇന്നത്തെ യൗവനക്കാർ മാതൃകയാക്കേണ്ടുന്ന 4 പേരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സാഹചര്യങ്ങൾ എന്ന തിന്മയിൽ വീണുപോകാതെ, രാജഭോജനമെന്ന പ്രലോഭനത്തിൽ വീണുപോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന വേറിട്ട ജീവിതം നയിക്കുവാൻ താല്പര്യപ്പെടുന്ന യൗവനക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ യൗവനക്കാരായ ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ, ബേൽത്ശസ്സർ എന്ന 4 യൗവനക്കാരും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ അശുദ്ധരാക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നവരായിരുന്നു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. തിന്മ നിറഞ്ഞ ഒരു കാലത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ ലോക കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുവാൻ, തിന്മയിൽ വീണുപോകില്ല, ഞങ്ങളെ തന്നെ അശുദ്ധരാക്കില്ല എന്നുള്ള തികഞ്ഞ ബോധത്തോടെ ജീവിക്കുവാൻ യൗവനക്കാരും നാം ഓരോരുത്തരും താല്പര്യപ്പെട്ടിടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഈ കാലഘട്ടം. കഴിഞ്ഞ ഓണത്തിന് കേരളം കുടിച്ചത് 920 കോടി രൂപയുടെ മദ്യമാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 38% യൗവനക്കാർ ഇന്ന് ലഹരിയുടെ പിടിയിലാണ്. കൗമാരത്തിലും എന്തിനേറെ ബാല്യത്തിലുള്ള നമ്മുടെ മക്കളുടെ കയ്യിൽ പോലും സുലഭമായി ലഹരി വസ്തുക്കൾ കയ്യിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇങ്ങനൊരു ലോക സാഹചര്യത്തിൽ പ്രിയപ്പെട്ട യൗവനക്കാരെ, കൊച്ചുമക്കളെ, കൗമാരക്കാരെ നാം ജീവിക്കുമ്പോൾ സ്വയം തീരുമാനമെടുക്കുവാൻ, ശരീരത്തെ തകർക്കുന്നത്, ജീവിതത്തെ തകർക്കുന്നത്,
നമ്മുടെ സ്വഭാവത്തെ നശിപ്പിക്കുന്നത്, ജീവിതത്തെ മലിനമാക്കുന്നത് വേണ്ട എന്ന് സ്വയം തീരുമാനമെടുക്കുവാൻ നാം ഒക്കെ താല്പര്യപ്പെടേണ്ടത്, ആർജവം കാണിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ, ബേൽശസ്സർ എന്നീ 4 യുവാക്കൾ അങ്ങനെ തീരുമാനമെടുത്തവരായിരുന്നു എന്ന് മനസ്സിലാക്കുക. ക്രിസ്തുവിനെ അറിഞ്ഞ നാം, ക്രിസ്തുവിനെ ആരാധിക്കുന്ന നാം വേറിട്ട ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കണമേ.